ശ്രീനഗറിന്റെ ഹൃദയഭാഗമായ ലാൽ ചൗക്കിലെ നട്ടുച്ച സമയം 12:20. ഇന്ന് അത്യാവശ്യം നല്ല വെയിലുണ്ട് ഇവിടെ. ഇവിടുത്തെ മറ്റേ മാർക്കറ്റ് ഉണ്ട്, ഈ റോഡ് സൈഡിലുള്ള തെരുവ് മാർക്കറ്റ് കാണുമ്പോൾ റോഡ് സൈഡിൽ ഇങ്ങനെ കച്ചവടം ചെയ്യുന്നു. ഇപ്പോൾ ശ്രീനഗർ സിറ്റി സ്മാർട്ട് സിറ്റി ആക്കിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ ലാൽ ചൗക്കൊക്കെ നല്ലോണം വിപുലീകരിച്ചിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. നമ്മുടെ കാശ്മീരിൻ്റെ കുറച്ച് ലോക്കൽ കാഴ്ചകളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കാണും. ശ്രീനഗറിലെ ലാൽ ചൗക്കിലെ സൺഡേ മാർക്കറ്റാണ്. തുറന്നു വരുന്നുള്ളൊക്കെ ആയി എഴുതുന്നുള്ളൂ. മിനി വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് ഇതൊരു ബെഡ്ഷീറ്റുകളാണ്. റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ ഫുട്പാത്തിൽ വിരിച്ചിട്ടുണ്ടാകും. അതിലേക്ക് ഇപ്പോൾ ഒരു സാധനം ഇറക്കുകയാണ്. ഇത് ഞായറാഴ്ചകളിൽ മാത്രമാണ് ഈ സൺഡേ മാർക്കറ്റ് ഈ ലാൽ ചൗക്കിൻ്റെ അങ്ങ് ഒരുപാട് നീളത്തിലുണ്ട്. ഇതൊരു സേമിയ പായസ കച്ചവടക്കാരനാണ്. പുള്ളിക്കാരൻ ഐസാണ് അതിൽ കിടുന്നത്. തണുപ്പിച്ചിട്ടുള്ള സേമിയ പായസമാണ് ഈ കൊടുക്കുന്നത്. ഇതിങ്ങനെ റോഡ് സൈഡിൽ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട്. അതിൻ്റെ മെയിനായിട്ടുള്ളത് അതിൽ തേങ്ങാപ്പൂളാണ്. നമ്മുടെ നാട്ടിൽ അണ്ടിപ്പരിപ്പല്ലേ വില കൂടുതൽ, ഇവിടെ തേങ്ങാപ്പൂളിനാണ് വില കൂടുതലുള്ളത്. ഇതാണ് കാശ്മീരി വെളുത്തുള്ളി. ഇതിന് കിലോന് 1000 രൂപയാണ് വില. ഇവിടെ വാൾനട്ട് ഉണ്ട്. ഈ കാണുന്നത് തോടുള്ള വാൾനട്ടാണ്. അതിന് കിലോന് 250 രൂപയാണ് വില. തോട് ഒഴിവാക്കിയതിന് 800 രൂപക്ക് കിട്ടും. 500 രൂപ ഉണ്ട്, പിന്നെ 1000 രൂപ ഉണ്ട്. പല ക്വാളിറ്റിയുള്ള വാൾനട്ടുകളുണ്ട് ഇവിടെ. കല്യാണത്തിന് വേണ്ടിയിട്ട് നോട്ടുമാല ഉണ്ടാക്കുകയാണ്. 1000 രൂപന്റെ കൊടുത്താൽ 800 രൂപന്റെ നോട്ട് കിട്ടും. ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ച നോട്ടുകളാണ്. 20-ൻ്റെ ഉണ്ട്, 100-ൻ്റെ ഉണ്ട്, 50-ൻ്റെ ഉണ്ട്, 500-ൻ്റെ ഒക്കെ ഉണ്ട്. അങ്ങനെ ഓരോരുത്തരുടെ സാമ്പത്തികത്തെ അനുസരിച്ചിട്ട് അവർ കൊടുക്കും, ഗിഫ്റ്റ് കൊടുക്കും കല്യാണ ചെറുക്കന്. ഇതെൻ്റെ പുതിയ നോട്ടുകളാണ്. ഇവിടുന്ന് അത് നമുക്ക് മേടിച്ചിട്ട് ഉണ്ടാക്കാം. ഇദ്ദേഹം അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. കണ്ടില്ലേ, സ്റ്റാപ്ലർ പിന്നൊക്കെ വെച്ച് പിടിച്ചിപ്പിച്ചിട്ടാണ് അതിൻ്റെ സംഭവം. ശരിക്കും ഇത് വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. പിന്നെ കയ്യും കാലും പിടിച്ചിട്ടാണ് അദ്ദേഹം വീഡിയോ എടുക്കാൻ സമ്മതിച്ചിട്ടുള്ളത്. ഇത് നല്ല രസം ഉണ്ടാക്കുന്നത് കാണാൻ. ഞാൻ പറയവരിൻ്റെ ഒരു എപ്പിസോഡിൽ, ബനിഹായുടെ ഒരു എപ്പിസോഡിൽ ഞാൻ മുമ്പ് കാണിച്ചിരുന്നു. ഇത് മുമ്പ് കാശ്മീരിൽ ഞാനൊരു കല്യാണത്തിന് വന്നിരുന്നു. അന്നത്തെ എപ്പിസോഡിൽ അതിന് വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഈ കാണുന്നത് പച്ചയും മഞ്ഞയും ചുവപ്പും കറുപ്പും ഒക്കെ ഉണ്ടല്ലേ, ഇതിന് കിലോന് 500 രൂപയാണ് വില. വളരെ ചീപ്പാണ്. നമ്മുടെ നാട്ടിൽ ഇതിന് 1500 രൂപയ്ക്ക് വരും. ഡ്രൈ ഫ്രൂട്ട്സ് നല്ല സൂപ്പർ സാധനമാണത്. ഇതിവിടെ മാർക്കറ്റിൻ്റെ അവിടെ ഒരു ധലം നദിയോട് കവർ ചെയ്തിട്ടൊരു ബ്രിഡ്ജുണ്ട് ഈ ലാൽ ചൗക്കിൻ്റെ ലാസ്റ്റ്. 2 സൈഡും പിന്നെ പാസേജാണ്. ആ പാസേജിലാണ് ഈ ഭാഗത്ത് പുതിയൊരു പാലം ഉണ്ടാക്കുന്നുണ്ടല്ലേ. അതിപ്പോൾ പുതിയ പാലത്തിൻ്റെ പണി നടക്കുകയാണ്. 2 സൈഡിലും കച്ചവടക്കാർ ഉണ്ട്. ഇവിടെ എണ്ണ കച്ചവടമാണ്. ഈ വേദനക്കൊക്കെ തേക്കുന്ന ആ എണ്ണ വെക്കുന്ന സംഭവമാണിത്. അപ്പോൾ അതങ്ങനെ കണ്ട് നമുക്ക് പോവാം. പലവിധ കച്ചവടക്കാരുണ്ട് ഇവിടെ. കാശ്മീരിയുടെ ലിസ്റ്റ് ഉണ്ടല്ലോ, ഞാൻ പണ്ടൊരു കല്യാണ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ആ സാധനം ഉണ്ടാക്കുന്ന സാധനമാണ്. അടിച്ചിട്ട് സോഫ്റ്റ് ആക്കും. ഇവിടെ ഇപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ ഇവിടുത്തെ വത്തക്ക കച്ചവടം നല്ല രസമാണ് കാണാൻ. വത്തക്ക മുറിച്ചിട്ട് നമ്മളെ ഇവർ തൂക്കിയിട്ടാണ് കൊടുക്കേണ്ടത്. തൂക്കിയിട്ട് അതിനെ ചെറുതാക്കി പീസാക്കി അരിയും. ഇതേപോലെ അങ്ങനെ കട്ട് ചെയ്തിട്ട് ആ കത്തിയമെന്ന് ഇതേപോലെ കട്ട് ചെയ്യും ഇങ്ങനെ. എന്നിട്ട് അത് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കും. പിന്നെ അതിൽ കുറച്ച് ഇവരെ കാശ്മീരിയുടെ ഉപ്പും ചില്ലറ മസാലയും കൂട്ടിയിട്ട് ഒരു ചെറിയൊരു നാരങ്ങ പിഴിയും. എന്നിട്ടാണ് ഇവരെ തീറ്റ. വത്തക്കയ്ക്ക് നാരങ്ങ കുട്ടിയുള്ള പരിപാടിയാണ്. ഒരു സാമ്പിൾ പുതിയ കോമ്പിനേഷനാണ്.
ഈ കാശ്മീരിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനം കഴിക്കണം. ഇതാണ് കുൽഫി. ഇതിങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നതാണ്. ഇതാണ് കാശ്മീർ കുൽഫി. ₹20 ഒരു കുൽഫിക്ക് ചാർജ്. ഇതിവിടെ നമ്മുടെ നാട്ടിലെ കാബൂളിക്കടല ഉണ്ടല്ലോ, ഞാൻ മുമ്പ് ഒരു എപ്പിസോഡ് ഇറക്കിയിരുന്നു. ഈ കാബൂളിക്കടല പൊരിച്ചിട്ട് വിൽക്കുന്ന പരിപാടിയാണ്. അതിവിടെ സ്ഥിരമായിട്ട് ഈ കാശ്മീരിലാണ്. അപ്പോൾ പുള്ളിക്കാരൻ പൊരിക്കുകയാണ്. അപ്പം ഞാൻ കാണാം നമുക്ക്. കാബൂളിക്കടല മാത്രമല്ല, പല ഐറ്റംസ് ഉണ്ട്. ഇത് മീനാണ്, ഇവിടുത്തെ തോട്ടിലെ മീൻ. പിന്നെ താമരൻ്റെ തണ്ടാണ് ഈ കാണുന്നത്. പിന്നെ പൊട്ടാറ്റോ പൊരിച്ചാണ് മറ്റേ ഭാഗത്തുള്ളത്. അങ്ങനെ മൊത്തം പൊരികളാണ്. വലിയ സർക്കിളിലുള്ള റൊട്ടി ഇവർ ഈ കൂട്ടത്തിൽ വിൽക്കലുണ്ട്. റൊട്ടി ഇവിടെ കാണാമല്ലോ അപ്പോൾ. गुलाम वेजी दाल ഇതിങ്ങനെ റോട്ടിൽ സാൻഡ്വിച്ച് പോലെ ഇങ്ങനെ നമ്മൾ റൊട്ടിയിൽ പരത്തിണ്ടാക്കി കൊടുക്കുന്ന സംഭവം. ഇത് തൈരാണ് അദ്ദേഹം ഒഴിക്കുന്നത്. ഈ സൺഡേ മാർക്കറ്റിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ആ വലിയൊരു പാക്കറ്റിൽ കംപ്ലീറ്റ് റൊട്ടിയാണ് ഇനി ഇദ്ദേഹം പ്രിപ്പയർ ചെയ്യുന്നത് കാണാം. ഇവിടുന്ന് ഒരു നമ്മുടെ ചുവന്ന മുളകിൻ്റെ ആ ഒരു സാധനമൊക്കെ തേച്ച് ഇവിടുന്ന് കുറച്ച് വേറെ പല സ്ഥലങ്ങളിലാണ് ഇത് വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ അതിലേക്ക് നിറച്ച് ഈ സാധനമാണ് ഇപ്പോൾ അവിടെ നിന്ന് എടുത്തത്. ഇനി അതിലേക്ക് കുറച്ച് തൈരും ഇതും അങ്ങോട്ട് ചേർക്കുക. അപ്പോൾ അദ്ദേഹത്തിന് തൈര് വേണ്ടാന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അത് മാറ്റി രണ്ടാമത് വീണ്ടും പിന്നെ ആ ചുവന്ന അത് കുറച്ച് തേച്ച് ഇനി അത് പൊഴിഞ്ഞ് ഒരു കടലാസിലാക്കിയിട്ട് കൊടുക്കും. ഇതിങ്ങനെ വഴിയിലിങ്ങനെ ആൾക്കാർ തിന്നുകൊണ്ടിരിക്കും. ഇവിടെ തേങ്ങക്ക് ഭയങ്കര വിലയാണ്. ഈ ഒരു ചെറിയൊരു കഷ്ണം പൂളിന് 30 രൂപ കൊടുക്കണം. ഇത് പലവിധ അച്ചാറുകളാണ്. ഇതിങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ അച്ചാറുണ്ടാക്കി വെച്ചിരിക്കുകയാണ് പാത്രത്തിൽ. പിന്നെ ഫ്രൂട്ട്സുകൾ, മാംഗോ, അങ്ങനെ കംപ്ലീറ്റ് തെരുവിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. പലവിധ ഫ്രൂട്ട്സുകൾ. ഇപ്പോൾ ഇവിടെ ചൂടായതുകൊണ്ട് അത്യാവശ്യം ആപ്പിൾ അല്ലാത്ത ബാക്കിയുള്ള എല്ലാ ഫ്രൂട്ട്സുകളും ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. മാങ്ങ, ഷമ്മാമ, പഴം. ഈ ഏരിയ കംപ്ലീറ്റ് ഫ്രൂട്ട്സും പച്ചക്കറീൻ്റെ ഏരിയയാണ്. ക്യാപ്സിക്ക, പിന്നെ തക്കാളി, വലിയ ഉള്ളി ഒക്കെ ആയിട്ട് അങ്ങനെ കുറേ ഗല്ലികളായിട്ടുള്ള ഭാഗങ്ങളാണ് ഈ ലാൽ ചോക്കിൽ തന്നെ ഉള്ളത്. ഇവിടുത്തെ മെയിൻ തടാകമാണല്ലോ ദാൽ ലേക്ക് തന്നെ. ആ ദാൽ ലേക്കിലുള്ള കുറച്ച് മീനുകൾ, സ്ത്രീകളാണ്, വയസ്സായ കാശ്മീരി പെണ്ണുങ്ങളാണ് കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് കാണാം. ഇവരെന്നെ നേരാക്കി കൊടുക്കും. പ്രായമായ പെണ്ണുങ്ങളാണ്, പാവാണ്. അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടംപോലെ മീനുകളുണ്ട്. ഇവിടെയുണ്ട് മീൻ കച്ചവടം. പിന്നെ മീൻ കച്ചവടം കൊണ്ടൊരു തിരക്കാണ് ഈ ഭാഗത്ത്. ഈ ഒരു ഭാഗം കംപ്ലീറ്റ് മീനുകളുള്ള ഒരു ഏരിയയാണ്. ഇത് മസാലപ്പൊടിയും ഗ്രാമ്പു, ഏലക്കയൊക്കെ വെക്കുന്ന കടയാണ്. ഇപ്പുറത്ത് ഒരു പെണ്ണുങ്ങൾ മീൻ നേരാക്കി കൊടുക്കുന്നുണ്ടല്ലേ. മീൻ വാങ്ങിയിട്ട് തൂക്കിയിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മീൻ നേരാക്കൽ ഫ്രീ ആണ്. ആവശ്യമുള്ളവർക്ക് നേരാക്കി കൊടുക്കുകയും ചെയ്യും, അല്ലാത്തവർ നേരിട്ട് കൊണ്ടുപോവുകയും ചെയ്യും. ഇതിവിടുത്തെ ധലം നദിക്ക് കുറുകെയുള്ള ഒരു പാലാണ്, ഒരു ബ്രിഡ്ജ്. ആ ബ്രിഡ്ജിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഈ മീൻ നേരാക്കലും ഇതൊക്കെ ഉള്ളത്. ഈ 2 സൈഡും, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഫുട്പാത്താണ്. ഇതാണ് റോഡ്, ഇതാണ് പാലം. ഇതിൻ്റെ അടിയിൽ കൂടിയാണ് പിന്നെ ധലം നദി പോകുന്നത്. കാശ്മീരിൽ നമ്മളെ നോട്ട് കീറിയിട്ടുണ്ടെങ്കിൽ അത് റോട്ടിൽ നിന്ന് മാറ്റി തരുന്ന സിസ്റ്റം. This is for what? For note exchange. Not exchange. Half and half. Half and half. Then you give me 20 rupees, I give you 10 rupees. Yeah.
അതായത് ഇപ്പം നമ്മൾ 500 നോട്ട് കീറിയിട്ടുണ്ടെങ്കിൽ 250 ഓർക്കും 250 നമുക്ക് പുതിയ നോട്ട് തരുകയും ചെയ്യും. Yeah. ഒരു വലിയ ഗ്ലാസ് ജ്യൂസ് സീനിയറിൽ ഇങ്ങനെ കുടിക്കാൻ 50 രൂപയാണ് ചാർജ്. പട്ടാളക്കാർ പോകുന്നുണ്ടല്ലേ ഈ ലാൽ ചോക്കിൽ സ്ഥിരമായിട്ട് പട്ടാളക്കാരുണ്ടാവും. അപ്പൊ ഞാനൊരു ഗ്ലാസ് കുടിക്കണം. ഇതിന് ഐസിന്റെ ആവശ്യമില്ല, നല്ല തണുപ്പായിരിക്കും. മധുരം കുറവ്, അതിന്റെ നാച്ചുറൽ മധുരം മാത്രമേ ഉള്ളൂ. പച്ച ഇത് ഏപ്രിൽ മാസത്തെ ഒരു വെയിലാണ്. രാവിലെ വെയിലാണെങ്കിൽ നല്ല വെയിലാണ്, ചില സമയത്ത് മഴയാണെങ്കിൽ അത്യാവശ്യം നല്ല മഴയും തണുപ്പും ഉണ്ടാവും. ഇത് ലാൽ ചൗക്ക്. പായസം നാം സെമിയ. ഇവിടുത്തെ സേമിയ പായസത്തില് അണ്ടിപ്പരിപ്പിൽ പകരം നമ്മളുടെ തേങ്ങാപ്പൂളൊക്കെ. ഇത് ശ്രീനഗറിന്റെ ഹൃദയഭാഗമായ ലാൽ ചൗക്കിലെ നട്ടുച്ച സമയം 12:20. ഇന്ന് അത്യാവശ്യം നല്ല വെയിലുണ്ട് ഇവിടെ. ഇവിടുത്തെ മറ്റേ മാർക്കറ്റ് ഉണ്ട്, ഈ റോഡ് സൈഡിലുള്ള തെരുവ് മാർക്കറ്റ് കാണാം. റോഡ് സൈഡിൽ ഇങ്ങനെ കച്ചവടം ചെയ്യുന്നു. ഇപ്പോൾ ശ്രീനഗർ സിറ്റി സ്മാർട്ട് സിറ്റി ആക്കിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ ലാൽ ചോക്കൊക്കെ നല്ലോണം വിപുലീകരിച്ചിട്ടുണ്ട്. ഇപ്പം ഞാനുള്ളത് ലാൽ ചൗക്കിൽ തന്നെ. അവിടുത്തെ മെയിൻ സെൻട്രലിൽ ഈ ക്ലോക്ക് ടവർ ഉണ്ട്, അതിൻ്റെ ബാക്ക് സൈഡ് ഭാഗം. നേരത്തെ പോയത് ദലം നദീൻ്റെ ഭാഗത്തേക്കാണ്, അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ മുമ്പ് ഞാൻ ഒരു ആദൂസ് ഹോട്ടലൊക്കെ കാണിച്ചിരുന്നു, ആ ഒരു ഭാഗത്തേക്കുള്ള ഭാഗമാണ് ഈ കാണുന്ന ഭാഗം. ഇവിടെ റോഡ് സൈഡിൽ ഈ ചെടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ടെമ്പററി ആയിട്ട് ഈ സൺഡേ മാർക്കറ്റിൽ വെക്കുന്നുണ്ട്. സൺഡേ കഴിഞ്ഞാൽ പിന്നെ ഇത് ഇവിടുന്ന് എടുത്തു പോവുകയും ചെയ്യും ഇവർ. പലവിധ കളറുള്ള പൂവുകളും ചെടികളും ഇലകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അത്യാവശ്യം നല്ലോണം ഉണ്ട്. ഇതിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇവിടുന്ന് മാറ്റിയിട്ട് ഒരു തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. ഓൺലി സൺഡേസിന് വേണ്ടി മാത്രം ഇത്രയും ചെടികൾ ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയാണ്. നല്ല പണി തന്നെയാണ്, നല്ല പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പലരും വാങ്ങുന്നുണ്ട്, വിത്തുകളും കാര്യങ്ങളും അതും ഉണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ആ പിന്നെ ആദൂസ് ഹോട്ടലും ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു പാർക്കുണ്ട്, ഇതൊരു പാർക്കാണ്. പാർക്കിലേക്ക് കടക്കാൻ പൈസ ഒന്നുമില്ല, ഫ്രീ ആണ്. ഈ ശ്രീനഗറിൽ ഒരുപാട് പാർക്കുകളുണ്ട്. അവിടെ ഒന്നിങ്ങനെ ഫാമിലി ആയിട്ട് വന്ന് ഇരിക്കുക, ഭക്ഷണം കൊണ്ടുവന്ന് കഴിക്കുക. ഇത് ഇവിടുത്തെ ഒരു മാളാണ്. മാളിൽ നിന്നൊരു കെട്ടിടമാണ്. കെട്ടിടത്തിനുള്ളിലാണ് ഇവിടുത്തെ ബ്രാൻഡഡ് ഐറ്റംസ് ഒക്കെ വെക്കുന്നത്. ബാറ്റ അങ്ങനെ കുറേ ബോർഡുകൾ കണ്ടില്ല അതിൻ്റെ ഫ്രണ്ടിൽ. അതിൻ്റെയൊക്കെ ഷോറൂമിൽ അതിൻ്റെ മുകളിലുള്ളത്. ഇത് നേരത്തെ ഞാൻ റൊട്ടിയിലൊരു സാൻഡ്വിച്ച് വെക്കുന്നുണ്ടല്ലോ, അത് ഇവിടെ സൈക്കിളിൽ കച്ചവടമാണ്. സൈക്കിൾ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ബാക്കിൽ വെച്ചിട്ട് നേരത്തെ പറഞ്ഞ സാധനങ്ങളൊക്കെ തേച്ച് പിന്നെ കൊടുക്കുന്ന പരിപാടി.
റൊട്ടിയാണ് ആ പാത്ര വലിയ കവറിലുള്ളത്. അതിനെടുത്തിട്ട് പുള്ളിക്കാരനെ തേച്ച് ആ കടലാസ് പൊഴിഞ്ഞിട്ട് കൊടുക്കും. ഇവിടെ സ്ഥിരമാണിത്. അങ്ങ് ദൂരെ കോട്ട് ഹൗസ് ഉണ്ടല്ലേ. ഇനിയിപ്പോൾ ഇവിടെ കോട്ടിൻ്റെ സീസൺ അല്ല. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ചൂടുകാലം തുടങ്ങുകയാണ്. അപ്പോൾ ചൂടുകാലം തുടങ്ങിക്കഴിയുമ്പോൾ പിന്നെ ഇനി കോട്ടൊന്നും ആരും ഉപയോഗിക്കില്ല. ഇതിവിടെ ഡ്രൈ ഫ്രൂട്ട് കട. അവിടെ കാര്യമായിട്ട് നമ്മളെ തേങ്ങാപ്പൂളും കാര്യങ്ങളും കല്യാണത്തിന് കൊടുക്കുന്ന ആ സാധനമാണ്. മുട്ടായി എടുക്കില്ല. അതേപോലെ ഇവിടെ തേങ്ങാപ്പൂളാണ് ഇതിലിടുക. ഇതൊരു ലണ്ടൻ ലുക്കാണ് ഈ ഭാഗം കണ്ടത്. ലണ്ടനിൽ പോയിട്ടുണ്ടെങ്കിൽ ലണ്ടനിലൊരു തെരുവുണ്ട് ഇതേപോലെ. ആ ഒരു തെരുവിൻ്റെ ലുക്കാണിത്. ഇതാണ് നമ്മുടെ ദലം നദി. ദലം നദീൻ്റെ ഓരോ ക്രോസ് ചെയ്തിട്ട് ഒരുപാട് പാലങ്ങളുണ്ട്. സീറോ ബ്രിഡ്ജ് അങ്ങനെയൊക്കെ. ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന അവിടത്തേക്ക് ഇന്നത്തെ ഡിന്നർ ഐറ്റംസാണ് ഇതൊക്കെ. പലവിധ കറികളുണ്ട്, ചപ്പാത്തി ഉണ്ട്, സലാഡുണ്ട്, പിന്നെ അങ്ങനെ പല ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഇനി ഉറങ്ങാൻ പോകണം. ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാള്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.